ഊഞ്ഞാലുറങ്ങി ഹിന്ദോളരാഗം മയങ്ങി നോവുന്ന തെന്നലിൻ നെഞ്ചിലെ ആദി താളമെങ്ങു തേങ്ങി കണ്ണീർ തുമ്പിയും താനേ കേണുപോ ഊഞ്ഞാലുറങ്ങി ഹിന്ദോളരാഗം മയങ്ങി. ചാമരങ്ങൾ വാടി കളിത്താരകങ്ങൾ മാഞ്ഞു ഓണവില്ലു വീണുടഞ്ഞു പോ തേക്കുപാട്ടിലൊഴുകി തേനരിമ്പുകൾ ആരവങ്ങളിൽ അറിയാതെ വീഴും കണ്ണീർ തുമ്പിയും താനേ കേണുപോയി ഊഞ്ഞാലുറങ്ങി ഹിന്ദോളരാഗം മയങ്ങി. രാവിറമ്പിലേതോ കളിവള്ളമൂയലാടി അലയുണർന്ന കായലോടിയിൽ പൂവണിഞ്ഞ വഴിയിൽ നിഴലുതിർന്നു പോയി ഒരു തലോടലിൽ കുളിരാനായി എങ്ങോ കണ്ണീർ തുമ്പിയും താനേ കേണുപോയി ഊഞ്ഞാലുറങ്ങി ഹിന്ദോളരാഗം മയങ്ങി നോവുന്ന തെന്നലിൻ നെഞ്ചിലെ ആദി താളമെങ്ങു തേങ്ങി കണ്ണീർ തുമ്പിയും താനേ കേണുപോയി ഊഞ്ഞാലുറങ്ങി ഹിന്ദോളരാഗം മയങ്ങി. ഊഞ്ഞാല് ശരിക്കും ഉറങ്ങിപ്പോയോ അല്ലേ? വെലിഞ്ഞുപോയി. സാരില്ലടാ പോട്ടെ. അങ്ങനെയൊക്കെയല്ലേ ഇങ്ങനെ ആടില്ല. പക്ഷെ നീ കറക്റ്റ് ഇങ്ങനെ താളൊക്കെ പിടിച്ചു വരുന്നുണ്ടായില്ല. എന്താന്നറിയില്ല, അവിടെ എത്തുമ്പോ ഞാൻ കൊറേ പ്രാക്ടീസ് ചെയ്തു, പക്ഷെ അവിടെ എത്തുമ്പോ കിട്ടുന്നില്ല. എന്തോ ഒരു പ്രശ്നമുണ്ട് അവിടെ. എന്താണെന്ന് അറിഞ്ഞൂടാ അല്ലേ? ചോദിക്കാം. MG സാർ. തേക്കുട്ടാ. യെസ് സാർ. അസലായിട്ട് പാടി കേട്ടോ. അതെ, പാട്ട് നല്ല രസമായിരുന്നു. ചെറിയ എന്താണ് തേനരിമ്പുകളോ അങ്ങനെ ആ ഒരു സ്ഥലം, പിന്നെ അറിയാതെ അവിടെയൊക്കെ വളരെ മൈന്യൂട്ടായിട്ട് ഉള്ള കാര്യങ്ങൾ ഒഴിച്ചാൽ
അതിമനോഹരമായിട്ട് തേക്കുട്ടൻ പാടി. താങ്ക് യു സർ. പക്ഷെ ഈ സംഭവം വന്നപ്പോഴത്തേക്ക് എന്തുകൊണ്ടാണ് പോണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. തുടക്കത്തിലൊക്കെ ശരിയായിരുന്നു, പിന്നെ ഇത്തിരി മാനസികമായിട്ട് റഷ് വന്നോ എന്നുള്ളൊരു, അല്ലേ, ഒരു മനസ്സിന് പെട്ടെന്ന് അങ്ങനാണോ ഇങ്ങനാണോ എന്നൊരു സംശയം വന്നപ്പോഴത്തേക്ക് പൊട്ടി അങ്ങ് ഓടിയപ്പോൾ എന്ത് പറ്റി, ഒരു ഇത്രയും മിച്ചം വന്നു. അതൊന്നുകൂടെ പാടാൻ പറ്റുമോ? ട്രൈ ചെയ്യാം സർ. ഒരു ട്രൈ ഒന്നുകൂടെ. മോനെ ആ താളം വരുമ്പോഴേ ഒരു ക്യൂ പറഞ്ഞുതരാം. അതിനകത്ത് തന്നെ മനസ്സ് കേട്ട് രാവിറമ്പിലേതോ കളിവള്ളമൂയലാടി അലയുണർന്ന കായലോടിയിൽ പൂവണിഞ്ഞ വഴിയിൽ നിഴലുതിർന്ന് പോ ഒരു തലോടലിൽ കുളിരാനായി എങ്ങോ കണ്ണീർ തുമ്പിയും താനേ കേണുപോയി ഊഞ്ഞാലൂർ. ഒരു ശകലം ലാസ്റ്റിൽ അത് ചെറിയ ഒരു വൈക്ലഭ്യമാണ്. കാരണം പാടുമ്പോൾ തെറ്റുമോ എന്നുള്ളൊരു തോന്നലാണ്. ആ ടെമ്പോ തന്നെ മനസ്സിൽ പിടിച്ചോണ്ടിരുന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വരും മോനെ, വരാതിരിക്കില്ല. കാരണം അത്രയും ദൂരം വന്നില്ലേ, ലാസ്റ്റിലത്തെ 2 ലൈൻസിലാണ് പോകുന്നത്. പക്ഷെ നേരത്തെ ഒരുപാട് പോയി കേട്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയി. ഇത് ഇതിന്റെ ഡീറ്റെയിൽസ് അറിയാവോ? മൂവി കുടുംബസമേതമാണ്. മ്യൂസിക് കമ്പോസ് ചെയ്ത് ജോൺസൺ മാഷാണ്, എഴുതിയത് കൈതപ്പൻ സാറാണ്, പാടിയത് കെ യേശുദാസ് സാറാണ്. എന്ത് പാട്ടുകളായി ജോൺസേട്ടൻ അല്ലേ അണ്ണാച്ചി? ഒരു നിവൃത്തിയില്ല. അതന്നെ നമുക്ക് ഒരിക്കലും ചില പാട്ടുകളൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഇത് ഇങ്ങനെ പോവും, അല്ലെങ്കിൽ അങ്ങോട്ട് പോവും, ഇത് ഗാന്ധാരത്തിൽ വരും, അല്ലെന്നുണ്ടെങ്കിൽ മധ്യമത്തിലോട്ട് പോവും. അദ്ദേഹത്തിന്റെ ഇത് എങ്ങോട്ടാണ് പോകണമെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ അത് ബ്യൂട്ടിഫുൾ പ്ലേസ്മെന്റ് ആയിരിക്കും. എന്തായാലും നല്ല സെലക്ഷൻ. സാരമില്ല, അടുത്തേ പിടിക്കാം കേട്ടോ. ലയം ഇത്തിരി ലയിച്ചു പോയി. ഓക്കെ താങ്ക് യു സർ. ഷാനിക്ക. തേജസ്. യെസ് സർ. നന്നായിരുന്നു, താങ്ക് യു സർ. നല്ല ഫീൽ ഉണ്ടായിരുന്നു. പക്ഷെ ഈ പറഞ്ഞ പോലെ നമ്മൾ ഓരോ റൗണ്ടിൽ നമ്മൾ ഓരോരോ ചാലഞ്ചസ് ആണ് നമ്മൾ തരുന്നത്, അല്ലേ? ഓഫ് കോഴ്സ് ശ്രുതി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ എല്ലാവരും മനസ്സിൽ. പക്ഷെ ഇതിൽ ഒരു പെർട്ടിക്കുലർ ചാലഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ലയത്തിൽ കറക്റ്റ് ഗ്രിഡിൽ പാടുന്നുണ്ടോ എന്നുള്ളതാണ്. കുറേ ഭാഗങ്ങളൊക്കെ ഭയങ്കര രസമുണ്ടായിരുന്നു. തേജസ് നല്ല പാട്ടുകാരനാണ്, നല്ല നല്ല ഭാവവും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം ആ പോർഷൻ്റെ ഒരു പകുതി വരെ തേജസ് പെർഫെക്റ്റ് ആയിരുന്നു. ചരണത്തിൻ്റെ പകുതി വരെ ഈവൻ നമ്മുടെ ചെവിയിൽ വരുന്ന ആ മെട്രോണോം അനുസരിച്ച് എക്സാക്റ്റ് ആയിട്ടാണ് തേജസിൻ്റെ കാലും പെർഫെക്റ്റ് ആയിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. അത് കഴിഞ്ഞിട്ട് ആണ് ലൂസായത്. ടുവേർഡ്സ് ദി എൻഡ്, എൻഡ് എത്തുന്നതിന് തൊട്ട് മുന്നേ ആണ് കുറച്ചൊന്ന് ലൂസായത്. പക്ഷെ അഗൈൻ ഇതൊക്കെ ഓരോരോ ട്രെയിനിങ് ആണ്. ട്രെയിനിങ്ങിലൂടെയാണ് നമ്മൾ ഒന്ന് കണ്ടീഷൻ ചെയ്ത് റെഡി ആവുന്നത്. ഓൾ ദി ബെസ്റ്റ് തേജസ്. താങ്ക് യു സർ. താങ്ക് യു ഷാനിക്ക. ശരത് സർ. ചക്കരെ നന്നായിട്ട് പാടിയടാ നീ. താങ്ക് യു സർ. അത് എന്തൊരു പാട്ട്. ഇപ്പൊ അണ്ണൻ പറഞ്ഞ പോലെ ഒരു അസാധ്യ പാട്ടാണ്, ഒരു അസാധ്യ കോമ്പസിഷനാണത്. നമുക്ക് ഒട്ടും പ്രവചിക്കാൻ പറ്റത്തില്ല. അത് പ്രത്യേകിച്ച് ആ നിഷാദമൊക്കെ എന്ത് ബ്യൂട്ടിഫുള്ളാണ് കേൾക്കാൻ ആ ചരണത്തിൽ. നമ്മൾ വിചാരിക്കത്തില്ല അവിടെ അത് ഉണ്ടാവുമെന്ന്. കൊള്ളാം ചക്കര, നന്നായിട്ട് പാടിയതാ. ഇത് കൈവിട്ട് പോയെങ്കിലും പാട്ട് ഉഗ്രമായിരുന്നു. ചേച്ചി. തേജസ് ഒരു കലക്കൻ സിംഗറാണ്. നല്ല വോയിസ് ക്വാളിറ്റി. ഇപ്പം വോയിസ് നല്ലോണം ഭേദപ്പെട്ട് വരുന്നുണ്ട്. ഇതിനു വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. അത് അതിന്റെ ഒരു മെച്ചപ്പെട്ട ഒരു തേജസ്സിനെ എനിക്ക് കാണാൻ സാധിക്കുന്നു. ഇനി വാ തുറന്ന് അടി കിട്ടുന്നല്ലേ ചേച്ചി? അതെ, ഇവിടെ വടിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. നന്നായി പാടുന്നുണ്ട് ഇപ്പൊ. പക്ഷെ പിന്നെ നമുക്ക് എന്താ പറയാൻ പറ്റുക, ഈ ഒരു റൗണ്ട് ഇങ്ങനെ ആയതുകൊണ്ട് ഇതിന്റെ ഒരു നീതി പുലർത്തിയോ എന്ന് ചോദിച്ചാൽ പറ്റിയില്ല. താളം തെന്നിപ്പോയി. അതല്ലാതെ പാട്ട് എങ്ങനെ പാടി, പാട്ട് നന്നായിട്ട് പാടി. നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ. ഊഞ്ഞാലിങ്ങനെ ആടുന്നൊരു ഫീല് മനോഹരായിരുന്നു മോനെ. നൈസ് സോങ് സെലക്ഷൻ, മറ്റൊന്നും പറയാനില്ല. എന്തായാലും ഓൾ ദി ബെസ്റ്റ് മോനെ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു ചേച്ചി. ഓക്കെ, മാർക്സ് വെക്കാം. ഷാനിക്ക. തേജസ്. യെസ് സർ. 8.6. താങ്ക് യു ഷാനിക്ക. ശരത് സർ. 8.6. താങ്ക് യു സർ. ചേച്ചി. 8.6. MG സർ. മോനെ യെസ് സർ. നിനക്ക് ഇതെന്തോന്നറിയോ? അത് അമൃതവേണി. അമൃതവേണി.
വാ അമൃതവേണി അമൃതവേണി. അസാധ്യം. ഓർക്കസ്ട്ര കൊടുക്കാത്ത കൈയടി. സർ ഇവർക്കൊരു ബുദ്ധിയില്ലാത്ത ആളുകളല്ല ഇത് നിങ്ങൾ. എങ്ങനെ സാധിക്കുന്നു സർ? അതാ. ഓ അതൊക്കെ വലിയൊരു കഥയാണ്. കഴിവാണ്. ഓക്കെ, സോ ടോട്ടൽ 25.8. ഓക്കേടാ.